അല്ലാഹു പറയുന്നു തദ്ഉഹും ഇലൽ ഹുദാ, നന്മയിലേക്ക് ക്ഷണിച്ചാൽ ഫലൻ യഹ്തദൂ ഇദൻ അബദാ, അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണ്, ചെവികളിലേക്കും പൂട്ടിട്ടിരിക്കുകയാണ്. കേൾക്കാൻ അവർക്ക് കഴിയില്ല. ഇനി കേട്ടാൽ തന്നെ ഗ്രഹിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ, തിന്മകൾ നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്, പ്രത്യക്ഷമാവാനുണ്ട്. തിന്മ നിങ്ങളെ തേടി വരാനുണ്ട്. തിന്മയെ തേടി നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല, തിന്മ നിങ്ങളെ തേടി വരും. പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്യാൻ സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു. ഇന്ന് മൊബൈൽ ഫോണുകൾ കൈകളിലുണ്ടെങ്കിൽ ഏത് മാന്യന്മാർക്കും ഏത് തെറ്റും ആരും അറിയാതെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പൂട്ടിയിരിക്കുന്ന വീടിന്റെ മുറികൾക്കകത്ത് വെച്ച് 4G സംവിധാനങ്ങളുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ഏത് തെറ്റുകൾ എങ്ങനെ ആരും അറിയാതെ രഹസ്യമാക്കി ചെയ്യാനും വളരെ എളുപ്പമാണ്. പിറ്റേ ദിവസം പകൽ ഒരു മാന്യനായി പുറത്തിറങ്ങി നടക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ പണ്ടൊക്കെ അങ്ങനല്ല, സാഹചര്യങ്ങൾ അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ തെറ്റ് നിങ്ങളിലേക്ക് കടന്നു വരും. ഫിത്നകൾ നിങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടും. ഏതുപോലെ അലൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. കൽ ഹസീരി ഊദൻ ഊദാ, ഒന്നിന് പിറകെ ഒന്നായി തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളായിരിക്കും നിറയെ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും, വീട്ടിലേക്ക് കയറിയാലും, ജോലി സ്ഥലത്ത് പോയാലും, പഠിക്കാൻ വേണ്ടി ക്യാമ്പസുകളിൽ ചെന്നാലും, എവിടെ പോയാലും തെറ്റു ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ്. ഒന്ന് വണ്ടിയിലൂടെ അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ തലങ്ങും വിലങ്ങും കാണുന്നത് ഹറാമായ കാഴ്ചകൾ. അങ്ങനെ ആ ഒരു രീതിയിൽ തിന്മകളുടെ അതിപ്രസരണം നിങ്ങളിൽ ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ ഈ തെറ്റുകളൊക്കെ രസകരമായി ഒരാൾക്ക് തോന്നിയാൽ, ആ തെറ്റുകളോട് താല്പര്യം തോന്നിയാൽ, തെറ്റു ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ അതിനോട് വെറുപ്പ് തോന്നാതെ അതിനോട് താല്പര്യം തോന്നി അതിന്റെ പിന്നാലെ കൂടിയാൽ, ഓരോ തെറ്റുകൾ തോറും അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു മൂടിയിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പുള്ളികളായി, കറുത്ത കറുത്ത പുള്ളികളായി. തെറ്റുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പുള്ളികളുടെ തോത് വർദ്ധിച്ച് അവരുടെ ഹൃദയം മുഴുവനായി അല്ലാഹു മൂടിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ തെറ്റു ചെയ്തു ആ കറുത്ത പാടുകൾ കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയത്തെ മൂടിക്കഴിഞ്ഞാൽ, ഫലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മയേത് തിന്മയേത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റൂല. ഹൃദയമാണ് നന്മയെയും തിന്മയെയും തിരിച്ചറിയുന്നത്. ഹൃദയത്തിലൂടെയാണ് നന്മയും. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മയേത് തിന്മയേത് എന്നുപോലും അത്തരം ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ തെറ്റിൽ മാത്രം മുഴുകി നിൽക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ അവർ തെറ്റ് ചെയ്ത് ഈ ഹൃദയം മൂടിപ്പോയാൽ പിന്നെ ഒരു നന്മയും ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, ഒരു തെറ്റു വന്നാൽ ഒരു പാട് വീഴുമല്ലോ, ഒരു കറുത്ത പാട്. ആ കറുത്ത പാട് മായ്ച്ചു കളയാൻ തംഹുഹാ, ഒരു നന്മ ചെയ്യണം. തെറ്റു ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യണം. തെറ്റിന്റെ തൊട്ടുടനെ ഒരു നന്മ. എന്തിന്? ആ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുവെച്ച, അല്ലാഹു നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ആ കളങ്കം മാറ്റിക്കളയാൻ തംഹുഹാ, ഒരു നന്മ ചെയ്യണം. അങ്ങനെ തെറ്റു ചെയ്തു എന്ന് തോന്നിയാൽ ഒരു നന്മ ചെയ്ത് അതിന് പ്രായശ്ചിത്തം ചെയ്താൽ നിന്റെ ഹൃദയങ്ങൾക്ക് അല്ലാഹു മൂടിപ്പടമിടുകയോ നിന്റെ ഹൃദയം അല്ലാഹു മൂടിക്കളയുകയോ ചെയ്യുകയില്ല. അപ്പൊ നിനക്ക് നന്നാവാനുള്ള അവസരമുണ്ടാകും. അല്ലെങ്കിലോ തെറ്റ് ചെയ്തു നന്മകളില്ലെങ്കിൽ ഇത് ആകെ കറുത്തിരുണ്ടതായി പോകും. പിന്നെ നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും നമ്മൾക്കുണ്ടാവൂല. ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്തഉ കമാ യസ്തഉൽ ഹദീദു മിനൽ മാ,
ഇരുമ്പുകളിലേക്ക് വെള്ളം ചേരുമ്പോൾ ഇരുമ്പുകളിൽ തുരുമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിലും തുരുമ്പ് പിടിക്കാൻ പോകുന്നുണ്ട്. ഫഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫമാ ജലാഉഹാ, എങ്ങനെയാണതിനെ നമ്മൾ ആ തുരുമ്പ് പിടിച്ച ഹൃദയത്തെ എങ്ങനെയാണ് നന്നാക്കുന്നത്? ഒരു ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ നല്ലൊരു മെറ്റൽ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ഉരതും, അതിനെ ഒരുപാട് സമയം ഉരതി എന്നിട്ട് അതിനെ നമ്മൾ വൃത്തിയാക്കും, മനോഹരമാക്കും. എന്നാൽ ഹൃദയങ്ങളിൽ തുരുമ്പ് പിടിച്ചാൽ അതിനെ നന്നാക്കാനുള്ള മെറ്റൽ പേപ്പർ എന്താണ്? അതിനെ നന്നാക്കാനുള്ള ഉപകരണം എന്താണ്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസറത്തു ദിക്രില്ലാഹ്, അല്ലാഹുവിനെ നന്നായി ഓർക്കലാണ്, നന്നായി ദിക്ർ ചൊല്ലലാണ്, നന്നായി അല്ലാഹുവിനെ സ്മരിക്കലാണ്. വഅദിന്റെ, സ്വലാത്തിന്റെ, ദിക്റിന്റെ, ഹദ്ദാദിന്റെ മജ്ലിസുകളിൽ പോയി ഇരിക്കലാണ്. അവിടെ ഇരുന്നതിന്റെ ബറക്കത്ത് കരസ്ഥമാക്കൽ, സ്വലാത്ത് ചൊല്ലൽ, ദിക്ർ ചൊല്ലൽ, ഖുർആൻ ഓതൽ, ഇതെല്ലാമാണ് കറുത്തുപോയ ഹൃദയങ്ങളെ സംസ്കരിക്കാനുള്ള വഴിയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും ഒരുപോലെയല്ല. പിന്നെ വഅലൊക്കെ കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നന്നാകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും, ഒരു മാറ്റമുണ്ടാകും. സ്ഥിരമായി വഅദ് കേൾക്കുന്ന ആളുകൾ തെറ്റിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. വഅദ് സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ തെറ്റിൽ നിന്ന് മാറി നന്മ ചെയ്യാനുള്ളൊരു താല്പര്യം, മാനസികമായിട്ടുള്ള ഒരു വികാരം നമ്മൾക്കുണ്ടാകും. എന്നാൽ വഅദ് തീരെ കേൾക്കാതിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ തിന്മയിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലേലും ഇതൊരു യാഥാർത്ഥ്യമാണ്. വഅദ് കേൾക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് നന്നാകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. എന്തെങ്കിലും ഒരു നന്മ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. വണ്ടിയിൽ പോകുമ്പോൾ വഅദ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വഅദ് വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. വീട്ടിൽ എന്തെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വഅദ് കേട്ടിട്ടാണ് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ വഅദ് സ്ഥിരമായി ആരുടേതായാലും നന്മകൾ കേൾക്കുന്ന ആളുകൾക്ക് നന്മ ചെയ്യാനുള്ള താല്പര്യം കൂടുതലായിരിക്കും. നേരെ മറിച്ച് പാട്ട് മാത്രം കേൾക്കുക, സിനിമ മാത്രം കാണുക, ഇത്തരം ആളുകളുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും അവർക്ക് നന്മയോടുള്ള താല്പര്യം നഷ്ടപ്പെടുകയും ചെയ്യും. ഇതിന്റെ 7 ആയത്ത് പോലും വരാൻ അത്തരം ആളുകൾ തയ്യാറാവുകയില്ല. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കുറയുകയും ചെയ്യും, ഈമാൻ കൂടുകയും ചെയ്യും. ഫഖീല, സ്വഹാബാക്കൾ ചോദിച്ചു, വമാ സിയാദതു, എങ്ങനെയാണ് നബിയെ ഒരാളുടെ ഈമാൻ വർദ്ധിക്കുന്നത് എങ്ങനെയാണ്, ഒരാളുടെ ഈമാൻ കൂടുന്നത് എങ്ങനെയാണ് നബിയെ? വമാ നുഖ്സാനുഹു, എങ്ങനെയാണ് നബിയെ ഒരാളുടെ ഈമാൻ കുറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഇദാ ദക്കർനല്ലാഹ, അല്ലാഹുവിനെ ഓർത്താൽ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ, അല്ലാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ പങ്കെടുത്ത് ദിക്ർ ചൊല്ലാനും ഓർക്കാനും തയ്യാറായി ഹദ്ദാദിന്റെ മജ്ലിസുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ, മൗലീദിന്റെ മജ്ലിസുകൾ, ദിക്റിന്റെ മജ്ലിസ് നൂറിന്റെ മജ്ലിസുകളൊക്കെ, ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈമാനിന്റെ വർധനവുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇദാ ദക്കർനല്ലാഹ്, അല്ലാഹുവിനെ സ്മരിച്ചാൽ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ, അൽഹംദുലില്ലാ ചൊല്ലി അല്ലാഹുവിനെ സ്തുതിക്കാൻ നിന്നാൽ, വസബ്ബഹ്നാഹു, അൽഹംദുലില്ലാ ചൊല്ലി, അല്ലാഹു അക്ബർ ചൊല്ലി, സുബ്ഹാനല്ലാഹ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ നമ്മൾക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജദ്ദിദു ഈമാനകും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ മൊബൈൽ ഫോണുകളുണ്ട്, ആഴ്ചതോറും you have some updates available എന്ന് കാണിക്കും, അല്ലേ? മൊബൈൽ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം, some updates are available. കുറച്ച് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അത് പഴയതായിട്ടുണ്ട്, അതിനൊന്ന് പുതുക്കണം. ഇപ്പൊ ഫേസ്ബുക്ക് ആണ് അല്ലെങ്കിൽ വാട്സപ്പ് ആണ്, ഈ ആപ്പ് ഓഫ് ഡേറ്റ് ആണ്, ഡേറ്റ് കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ അത് കുറെ കാലം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ അത് വർക്ക് ചെയ്യൂല.
അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എന്തിന്? പുതിയ ചില സംവിധാനങ്ങൾ അതിൽ വന്നിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ ഹൃദയങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇടയ്ക്കിടെ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളെയും അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വനവ്വിറൂ ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണം. ഹൃദയം കറുത്തുപോകുമെന്നാണ് പറയുന്നത്. ആ ഹൃദയത്തെ നമ്മൾ വെളിച്ചമാക്കണം. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിങ്ങനെ അല്ലാഹുവിന്റെ ദിക്റിന്റെ ആ മഹത്തായ അഫ്ളൽ ദിക്ർ, ഏറ്റവും മഹത്തായ ആ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ഹൃദയങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അഥവാ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അതിന്റെ കറുപ്പിന്റെ ആ മൂടുപടം നീങ്ങിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനും ആ ഹൃദയത്തെ വെളിച്ചമുള്ള ഹൃദയമാക്കി മാറ്റാനും നമ്മൾക്ക് കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് നബിയെ ഈമാൻ കുറയുന്നത്? ഈമാൻ കുറയുന്നത് എങ്ങനെയാണ്? നബി തങ്ങൾ പറഞ്ഞു, വഇദാ ഗഫൽനാ വളയ്യഅനാ വനസീനാ. ദിക്റിന്റെ മജ്ലിസുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ, ഇൽമിന്റെ മജ്ലിസുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോ, ദിക്ർ ചൊല്ലാതെ, ഖുർആൻ ഓതാതെ, തസ്ബീഹ് ചൊല്ലാതെ, അല്ലാഹുമായിട്ടുള്ള യാതൊരു ബന്ധമില്ലാതെ ആകെ ഭൗതികമായ ചിന്ത, പാട്ട് കേൾക്കണം, സിനിമ കാണണം, കളി കാണണം, ഭൗതികമായ ചിന്ത മാത്രം, ദുനിയാവുമായി യാതൊരു ബന്ധമില്ലാത്ത സാഹചര്യമാണെങ്കിൽ അത്തരം ആളുകളുടെ ഹൃദയവും ഈമാനും ഹൃദയം കറുത്തു പോവുകയും ഈമാൻ കുറഞ്ഞു വരികയും ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ മാനസിക സംഘർഷങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങലാണ്, അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങലാണ്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഹു മൻ അസ്ബഹ വഅക്ബറ ഹമ്മഹു ദുനിയ. ഒരാൾ രാവിലെ എണീറ്റു, അയാളുടെ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അയാളുടെ ചിന്ത ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അയാളുടെ ചിന്ത ദുനിയാവാണ്. എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കണം എന്ന ഒരൊറ്റ ഒരു ചിന്തയോടെയാണ് ഒരാൾ എണീക്കുന്നതെങ്കിൽ, എങ്ങനെയെങ്കിലും ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്തയോടെയാണ് ഒരാൾ സുബഹിക്ക് എണീക്കുന്നതെങ്കിൽ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അല്ലാഹു അയാളെ ദരിദ്രനാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കുമ്പോ സാമ്പത്തികമായി നമ്മൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവാം, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങൾക്ക് നന്മ എത്തിച്ചു കൊടുക്കലാവണം. ആകെ പൈസ ഉണ്ടാക്കലാണ് ലക്ഷ്യമെങ്കിൽ നമ്മുടെ നിയത്ത് മോശമായി പോയി. നിയത്ത് പള്ളി സ്ഥലം വാങ്ങിക്കൽ പള്ളിക്കാണ്, പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാലും നമ്മുടെ ലക്ഷ്യം ജനങ്ങൾക്ക് നന്മ എത്തിച്ചു കൊടുക്കൽ. ഈ ഒരു വഅദിന്റെ സദസ്സിലൂടെ നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം. ആ ഒരു നിയത്തോടുകൂടി അള്ളാഹുവിലേക്ക് തവക്കുലാക്കി നമ്മൾ സംഘടിപ്പിച്ചു. നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം പള്ളിയുടെ ആവശ്യത്തിനുള്ള സ്ഥലം വാങ്ങിക്കലാണ്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അങ്ങനെയാണ് നിയത്തുണ്ടാവേണ്ടത്. അല്ലാതെ വെറും ദുനിയാവ്, രാവിലെ എണീറ്റത് മുതൽ ചിന്ത ദുനിയാവാണ്. സമ്പത്തുണ്ടാക്കാനുള്ള ടെക്നിക്കുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എളുപ്പ വഴി എന്താണ്? സ്വർണം കടത്താൻ പറ്റുമോ? ഇനി കടത്തിയാൽ എയർപോർട്ടിൽ വെച്ച് പിടിക്കോ? കഞ്ചാവിന്റെ ബിസിനസ് എങ്ങനെ? അതിന്റെ ഡീലറായാൽ പൈസ കിട്ടുമോ? ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എവിടെ പോയാൽ എങ്ങനെയാണ് കുറുക്കുവഴിയിലൂടെ എളുപ്പത്തിൽ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും? ഈ ഒരു ചിന്ത മാത്രമാണെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അല്ലാഹു അയാളെ ദരിദ്രനാക്കി മാറ്റും. അവന്റെ സമ്പാദ്യങ്ങൾ അല്ലാഹു തകർത്ത് കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി വമൻ അസ്ബഹ വലം യുതിഹി മിനദ് ദുനിയാ, ഇനി അയാൾ രാവിലെ എണീറ്റത് ഈ ദുനിയാവിന്റെ ചിന്തയോടെയാണ്, അതിന്റെ പിന്നാലെയാണ് അയാൾ ഓടുന്നതെങ്കിലും അയാൾക്ക് അല്ലാഹു കണക്കാക്കിയതിനേക്കാൾ ഒരു ദിർഹം പോലും, നാണയത്തൊട്ട് പോലും കൂടുതൽ കിട്ടൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എണീറ്റത് പൈസ ഉണ്ടാക്കണമെന്ന ചിന്തയോടെയാണ്.
അതിനുവേണ്ടി നിസ്കാരം സമയത്തിന് നിർവഹിച്ചില്ല, അല്ല ഖളാ ആയി പോയി, ഖുർആൻ ഓതിയിട്ടില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ല, സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, ഇതിനൊക്കെ ഈ സമയമൊക്കെ സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. വൈകുന്നേരമാകുമ്പോൾ അയാൾ സമ്പാദിച്ചത് അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു ദീനാർ പോലും കൂടുതൽ അയാൾക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടുകയില്ല. അയാൾ ഓടിയത് എന്തിനാണ്? സമ്പത്തുണ്ടാക്കാനാണ്. പക്ഷെ കിട്ടിയതോ അള്ളാഹു കണക്കാക്കിയത് മാത്രം. ഓടിയത് 1 രൂപ കൂടുതൽ ഉണ്ടാക്കാൻ, കിട്ടിയതോ അള്ളാഹു കണക്കാക്കിയത് മാത്രം. അത് നിസ്കരിച്ചിരുന്നെങ്കിലും അയാൾക്ക് കിട്ടുമായിരുന്നു, അത് ഖുർആൻ ഓതിയിരുന്നെങ്കിലും അയാൾക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ഖുർആൻ ഓതാതെ, നിസ്കരിക്കാതെ, സുന്നത്തില്ലാതെ, ദീനി ബന്ധമില്ലാതെ ഓടിയത് വെറുതെയായി ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാനുള്ള കാരണമായി അത് മാറും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാൾ രാവിലെ എണീക്കുന്നത് എങ്ങനെയെങ്കിലും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയോടെയാണ്. രാവിലെ എണീറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, ഞാനിതാ എണീക്കുകയാണ്, നീയാണ് എന്നെ വിജീവിപ്പിക്കുന്നത്. അല്ലാഹുവേ, ഞാൻ നിന്നിലേക്കാണ് മടങ്ങേണ്ടത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. ഈ ഒരു മരണത്തിൽ നിന്ന് എന്നെ ഉണർത്തിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ് ഒരാൾ രാവിലെ എണീറ്റു. അയാളുടെ ചിന്ത തഹജ്ജുദ് നിസ്കരിക്കണം, അതുകൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം. സുബഹി നിസ്കരിക്കണം, കഴിയുമെങ്കിൽ ജമാഅത്തായി തന്നെ. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ളുഹാ നിസ്കരിക്കണം. ഈ രീതിയിലാണ് ഒരാളുടെ ചിന്ത, ഈ രീതിയിലാണ് ഒരാൾ ഉണരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി. അയാളെ അല്ലാഹു മുതലാളിയാക്കുമെന്ന്, കോടീശ്വരനാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുതലാളിയാക്കാനുള്ള വഴി എന്താണ്? ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ച് രാവിലെ ഉണരുക. രാവിലെ എണീറ്റാൽ ആഖിറത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കുക. ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ. രാവിലെ ആയാൽ വൈകുന്നേരം വരെ ജീവിക്കുമെന്ന് ആരും ഉറപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ മരണം നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. മൻ അസ്ബഹ, നിങ്ങൾ സുബഹിയായാൽ വൈകുന്നേരം വരെ നീ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പിക്കരുത്. മരണം അതിനു മുമ്പ് പിടികൂടുമെന്നുള്ള തയ്യാറെടുപ്പോടുകൂടി നീ ജീവിക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ നിന്റെ ശരീരം ഖബറാളികളുമായി എണ്ണിക്കൊണ്ടേയിരിക്കണം. അഥവാ ഖബറിൽ നീ കിടക്കേണ്ടതുണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ ഖബർസ്ഥാന് കാണുമ്പോഴും ഞാനും ഇവിടെ കിടക്കണമെന്നുള്ള ചിന്തയുണ്ടാവണം. പള്ളിയിലേക്ക് പോയി ഒച്ചപ്പാടുണ്ടാക്കി, പള്ളിയിലെത്തി ബഹളമുണ്ടാക്കി, നിസ്കരിച്ചു, തിരിച്ചു വന്നു. തൊട്ടുപുറത്ത് കിടക്കുന്ന ഉപ്പമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, നാട്ടുകാരുണ്ട്, ഖബറിടങ്ങളുണ്ട്. അവിടെ ഞാനും കിടക്കണമല്ലോ എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാവാറുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത നമ്മൾക്കുണ്ടാവാറുണ്ടോ? ഞാനും ഇവിടെ കിടക്കേണ്ടവനാണ്, കിടക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ എന്ന ചിന്ത പോലും നമ്മളിൽ ഉണ്ടാവാറില്ല. ഇവിടെ കിടക്കാൻ എന്ത് ഒരുക്കമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്ത് പ്രിപ്പറേഷനാണ് എന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ. രാവിലെയായാൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്ന് നീ ഓർക്കരുത്, ചിന്തിക്കരുത്. പരിശുദ്ധ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇദാ വുദിഅൽ മയ്യിതു ഫീ ഖബ്രിഹി. ഒരാളെ ഖബറിൽ വെച്ചാൽ വൻസറഫൽ മുശയ്യിഊന മിൻ അഹ്ലിഹി. ആ ഖബറിലേക്ക് വെക്കുന്ന ആളുകളൊക്കെ മാറിപ്പോയാൽ, കുടുംബക്കാരായി, നാട്ടുകാരായി, മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനാസ ഖബറിൽ വെച്ച് ആളുകളെല്ലാം തിരിഞ്ഞുപോയാൽ, വതറകൂഹു വഹീദൻ ഫീ ലഹദി. ആ ഖബറിൽ അയാളെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് എല്ലാവരും തിരിച്ചുപോയാൽ, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയുമത്രേ, അബ്ദി, അടിമയെ. ഖബറിൽ കിടക്കുന്ന ആ ഖബറാളിയോട് അല്ലാഹു പറയുമത്രേ, റജഊ വതറകൂക. നിന്റെ കുടുംബക്കാര് വിട്ടുപോയിരിക്കുകയാണ്, നിന്റെ മാതാപിതാക്കൾ വിട്ടുപോയിരിക്കുകയാണ്, ചങ്ങാതിമാരും നാട്ടുകാരും വിട്ടുപോയിരിക്കുകയാണ്. റജഉ, അവര് മടങ്ങി. വതറകൂക, നിന്നെ ഒറ്റയ്ക്കാക്കി. ഫിത്തുറാബി ദഫനൂക, ഈ മണ്ണിൽ അവർ നിന്നെ മറമാടിയിരിക്കുകയാണ്, മൂടിവെച്ചിരിക്കുകയാണ്. വലൗ ബഖൗ മഅക മാ നഫഊക, ഇനി അവർ മടങ്ങിപ്പോവാതെ ഖബറിന്റെ മുകളിൽ
അവരെല്ലാവരും കൂടി നിന്നാലും നിനക്കൊരു ഉപകാരം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. വലൗ ബഖൗ, അവരെല്ലാവരും ഖബറിന്റെ മുകളിൽ തിരിച്ചു പോവാതെ അവിടെ തന്നെ നിന്നാൽ മാ നഫഉക, അവരെ കൊണ്ടൊരു ഉപകാരവും നിനക്ക് ലഭിക്കില്ല. വലം യബ്ഖി ലക ഇല്ലാ അന, ഇന്ന് എന്നെ കൊണ്ടല്ലാതെ ഒരു ഉപകാരവും നിനക്ക് കിട്ടൂല. വലം യബ്ഖി ലക ഇല്ലാ അന, ഞാൻ മാത്രമേ ഇന്ന് നിനക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ, വേറെ ഒരാളും സഹായിക്കാനില്ല. വഅനൽ ഹയ്യുൽ ലദീ ലാ അമൂത്, മരിക്കാതെ എന്നും ജീവിച്ചിരിക്കുന്ന ഒരാൾ ഞാനാണെന്ന് ഖബറിലേക്ക് വന്ന വ്യക്തിയോട് അല്ലാഹു പറയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ആ റബ്ബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. എല്ലാവരും മടങ്ങിപ്പോകുന്ന സമയം, കുടുംബക്കാരും നാട്ടുകാരും ചങ്ങാതിമാരും മടങ്ങിപ്പോകുന്ന സമയം, ആ ഒരു സമയത്ത് എന്റെ കൂടെ ഉണ്ടാകുന്നത് എന്റെ റബ്ബാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം, നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങളെയും ഞാൻ ഓർക്കാം. ഇതല്ലേ അല്ലാഹു പറയുന്നത്, മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നമ്മുടെയും കൂടെ നിൽക്കും. ജീവിക്കുന്ന കാലത്ത് റബ്ബിന്റെ കൂടെ നിൽക്കണം, മരണസമയത്ത് റബ്ബ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മൻ കാന മഅല്ലാഹ്, ജീവിക്കുന്ന സമയത്ത് റബ്ബിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അല്ലാഹു പറഞ്ഞത് കേൾക്കാൻ, തെറ്റുവന്നാൽ തൗബ ചെയ്യാൻ, തെറ്റുവന്നാൽ പശ്ചാത്തപിക്കാൻ, അല്ലാഹുവിനെ ഓർക്കാൻ, ഖുർആൻ ഓതാൻ, നിസ്കരിക്കാനൊക്കെ അല്ലാഹുവിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ, എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് അല്ലാഹു പറയും അന മഅക്, ഇന്ന് ഞാൻ നിന്റെ കൂടെയുണ്ട്. അല്ലെങ്കിലോ അല്ലാഹു പറയുന്നത് ഇന്നാ നസീനാകും കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ മറന്നില്ലയോ? ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഖബറിനെ മറന്നില്ലയോ? എന്നെ മറന്നില്ലയോ? ആഖിറത്തെ മറന്നില്ലയോ? അതുകൊണ്ട് ഇന്നാ നസീനാകും, ഞാനും നിങ്ങളെ മറക്കുന്നു. ഏത് സമയത്ത്? ഒരാളുമില്ലാതെ എല്ലാവരും നെട്ടോട്ടമോടുന്ന സമയമാണത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ, ഉമ്മമാരില്ല, ഉപ്പമാരില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മാതാപിതാക്കളില്ല, കുടുംബങ്ങളില്ല, ചങ്ങാതിമാരില്ല, മക്കളില്ല, ആരുമില്ല, ഒരാളും കൂടെയില്ല, ഒരാളും സഹായിക്കാനില്ല. ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് നമ്മുടെ റബ്ബാണ്. ആ റബ്ബാണ് പറയുന്നത്, ആ അല്ലാഹുവാണ് പറയുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? ആ റബ്ബ് പറയുന്നുണ്ട് ഇന്നാ നസീനാകും, ഞാൻ നിങ്ങളെ മറന്നിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ മറന്നിരിക്കുകയാണ്. ഏതുപോലെ? കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇന്നത്തെ ദിവസം നിങ്ങൾ മറന്നില്ലയോ? നിങ്ങൾ എന്നെ അന്ന് ഓർത്തിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളെ ഓർക്കുമായിരുന്നു. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. യുസബ്ബിതുല്ലാഹുൽ ലദീന ആമനൂ ബിൽ ഖൗലിൽ സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ഖേദം വരുന്നവർ, ധിക്കാരത്തോടെ റബ്ബില്ല എന്ന് നിഷേധിക്കുന്നവരല്ല, തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ഖേദമുള്ളവർ, അല്ലാഹു ശിക്ഷിക്കുമോ എന്ന് പേടിക്കുന്നവർ, അല്ലാഹുവിന്റെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ, അത്തരം ആളുകളെ യുസബ്ബിതുല്ലാഹുൽ ലദീന ആമനൂ, അവർക്ക് അല്ലാഹു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ കൂടെ റബ്ബുണ്ടാകും. ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരണം വരെ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു ഉണ്ടാകും. മൻ കാന മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു കൂടെയുണ്ടാകുമെന്നാ പറഞ്ഞത്. യുസബ്ബിതുല്ലാഹുൽ ലദീന ആമനൂ, അവരുടെ കാലുകൾ പതറൂല, അവരുടെ കാലുകൾ ചിതറുകയോ അവരുടെ ഹൃദയങ്ങൾ പതറുകയോ ചെയ്യില്ല. കാരണം അവരുടെ കൂടെ സഹായത്തിന് അല്ലാഹു ഉണ്ടാകും. ദുനിയാവിൽ മാത്രമാണോ? അല്ല, വഫിൽ ആഖിറ, ആഖിറത്തിലും റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഖബറിലെത്തിയാലും അല്ലാഹു ഉണ്ടാകും, മഹ്ശറയിലെത്തിയാലും അല്ലാഹു ഉണ്ടാകും, സിറാത്ത് പാലത്തിലും അല്ലാഹു ഉണ്ടാകും, നന്മയുടെയും തിന്മയുടെയും കിതാബ് തരുമ്പോഴും അല്ലാഹു ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആഖിറമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അല്ലാഹു നമ്മുടെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഹലാലായ എന്റർടൈൻമെന്റിലൂടെ ഹറാമിലേക്ക് കടന്നു പോവാതെ, അഥവാ ഹറാം വന്നു പോയാൽ തന്നെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി ഹലാലായ ആസ്വാദനങ്ങൾ ആസ്വദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
മനുഷ്യനാകുമ്പോ പല ആസ്വാദനങ്ങളും അവർ ആസ്വദിക്കും. അതിൽ ഹറാമ് വരാതെ സൂക്ഷിക്കണം. ഹലാലായത് നമ്മൾ ചെയ്യണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹലാലായ ആസ്വാദനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഇനി ഞാൻ അങ്ങോട്ട് ഒന്നുമില്ല അങ്ങനെ വേണ്ട. ഹലാൽ ജീവിതം മടുപ്പ് വരാത്ത രീതിയിൽ അള്ളാഹുവിന്റെ തൃപ്തിയിലൂടെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ അസ്ബഹ വഅക്ബറ ഹമ്മഹുൽ ആഖിറ, രാവിലെയായി ചിന്ത ആഖിറമാണ്, സുബ്ഹിക്ക് എണീറ്റത് തന്നെ ആഖിറത്തോടുള്ള ലക്ഷ്യത്തോടെയാണ്, ആഖിറം സമ്പാദിക്കണമെന്നുള്ള നിയ്യത്തോടെയാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, അവനെ റബ്ബ് മുതലാളിയാക്കും. അല്ലാഹു മുതലാളിയാക്കും, അല്ലാഹു കോടീശ്വരനാകും. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവ് ഇങ്ങോട്ട് വരും. ദുനിയാവിനെ തേടി നീ പോണ്ട, ദുനിയാവ് നിന്നെ തേടി വരും. വീട് വെക്കാനുള്ള സമയമാകുമ്പോ വീട് വെക്കാനുള്ള സമ്പത്ത് അല്ലാഹു നിനക്ക് തരും. പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള സമയമാകുമ്പോ അതിനുള്ള സമ്പത്ത് തരും. നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തികമായ സഹായം അല്ലാഹു തരും. എന്ത് വെച്ച് തസ്ബീഹ് മാലയും പിടിച്ച് പള്ളിയിൽ ഇരിക്കാനല്ല, അധ്വാനിക്കണം. അധ്വാനിക്കണം, പക്ഷേ ദീൻ മറന്നിട്ടുള്ള അധ്വാനം വേണ്ടാന്നുള്ളൂ. നിസ്കാരമില്ലാതെ, സുന്നത്ത് നിസ്കാരങ്ങൾ ഇല്ലാതെ, ഖുർആൻ ഇല്ലാതെ, ദിക്റില്ലാതെ, ഇതൊന്നുമില്ല, വെറും ദുനിയാവ്, അത് വേണ്ടെന്നാണ്. നിരന്തരമായി ചെല്ലുന്ന ഔറാദുകളില്ലെങ്കിൽ അയാൾ കുരങ്ങനാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ കോലമുള്ള, അല്ലെങ്കിൽ മനുഷ്യനാണ്, പക്ഷേ നിങ്ങൾ കുരങ്ങുകളാണ്, മനുഷ്യന്റെ കോലമുള്ള കുരങ്ങ്. ദിവസവും എന്തെങ്കിലും ഒരു വിറുദ് വേണം. ഒന്നുകിൽ ഒരു ജുസ് ഖുർആനോ, അതൊരു വിറുദാണ്. ഒരു 100 സ്വലാത്ത് ദിവസവും വിറുദാണ്. ഒരു 100 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിറുദാണ്. ഇസ്തിഗ്ഫാർ വിറുദാണ്. ദിവസവും നിരന്തരമായി ചെല്ലുന്ന ദിക്റുകളെയാണ് വിറുദ് എന്ന് പറയുന്നത്. അങ്ങനെ വിറുദില്ലാത്ത ആളുകൾ മൻ ലൈസ ലഹു വിറുദുൻ ഫഹുവ ഖിർദുൻ, അവർ കുരങ്ങന്മാരാണ്. നിങ്ങളൊക്കെ കുരങ്ങനാണോ അല്ലേ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ദിക്റില്ലേ, നിരന്തരമായി ചെല്ലുന്ന ദിക്റുകളും ഔറാദുകളും ഇല്ലെങ്കിൽ കുരങ്ങന്മാരിൽ പെട്ടുപോകും. അതുകൊണ്ട് എന്തു വേണം? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ് വിർദുകൾ, നിരന്തരമായിട്ടുള്ള ഔറാദുകൾ. ദുനിയാവിന്റെ പിന്നാലെ പോകണമെന്നില്ല. നിങ്ങളുടെ നിസ്കാരവും ദീനും ഖുർആനൊക്കെ കഴിഞ്ഞിട്ടുള്ള അധ്വാനം കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലാഹു നിങ്ങൾക്ക് തരും. നിങ്ങളെ ദുനിയാവ് മോഹിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ നല്ലത്, അതല്ലേ നല്ലത്. ആഖിറം വിട്ട് ദുനിയാവിന്റെ പിന്നാലെ പോയി നോക്കുമ്പോ അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു രൂപ പോലും കൂടുതൽ കിട്ടിയില്ല. എന്നാൽ ദീനിന് പ്രാധാന്യം നൽകി, ആഖിറത്തിന് പ്രാധാന്യം നൽകി അധ്വാനിച്ചപ്പോ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പടച്ചവൻ തന്നു. അതല്ലേ നല്ലത്. ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, യാ അബൂദർ, അബൂദർരെ, അതറാ കസ്റത്തുൽ മാലി വൽ ഗിനാ, ഒരുപാട് സമ്പത്തുള്ളവൻ മുതലാളിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അബൂദർരെ? ഖുൽതു നഅം, അതേ നബി. വതറാ ഖില്ലത്തുൽ മാലി ഹുവൽ ഫഖർ, സമ്പത്തില്ലാത്തവൻ ദരിദ്രനാണ് എന്ന് തോന്നുന്നുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ. ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബി, കോടീശ്വരൻ എന്ന് പറയുന്നത് സമ്പത്തുള്ളവനല്ല, ഹൃദയത്തിൽ സമാധാനമുള്ളവനാണ് കോടീശ്വരൻ. മനോഹരമായ വീടും മനോഹരമായ വാഹനങ്ങളുമുണ്ട്, ജീവിതത്തിൽ സമാധാനമില്ലാത്തവൻ ദരിദ്രനാണ്, അവൻ പാവപ്പെട്ടവനാണ്. എന്താ നിങ്ങൾ വിചാരിച്ചത്? സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് ഒരാൾക്ക് സമാധാനം കിട്ടും? സമാധാനമില്ലാത്തവൻ ജീവിച്ചിട്ടെന്താ അർത്ഥം? ഭാര്യയിൽ നിന്ന് എന്നും പരാതികൾ, വീട്ടിലെത്തിയാൽ ഒന്ന് തല ഉയർത്തി ഇരിക്കാനോ നിൽക്കാനോ സമാധാനത്തോടെ ചിരിക്കാനോ കഴിയാത്ത വിധം വീട്ടിൽ എന്നെന്നും അസ്വസ്ഥതകൾ നിറഞ്ഞ സങ്കീർണമായ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു കോടീശ്വരന് മരണമല്ലേ നല്ലത്? അവന്റെ സമ്പത്ത് കൊണ്ട് അവന് എന്ത് നേട്ടം? സമാധാനമില്ലാത്ത സമ്പത്തെന്തിന്? സന്തോഷമില്ലാത്ത സമ്പത്തെന്തിന്? അയാൾ മുതലാളിയാണെങ്കിലും തൊഴിലാളിയേക്കാൾ ഖേദകരമാണ് അയാളുടെ അവസ്ഥ.
അപ്പൊ നബി തങ്ങൾ പറഞ്ഞു മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, യാ അബൂദർ, അബൂദറേ, ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബ്, ഹൃദയത്തിലുള്ള സമാധാനമാണ്. ഒരാളുടെ ഹൃദയം മുതലാളിയാണെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ സമാധാനം വേണം. വൽ ഫഖ്റു ഫഖ്റുൽ ഖൽബി, ദരിദ്രൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ സമാധാനമില്ലാത്തവനാണ് ദരിദ്രൻ. ഹൃദയത്തിൽ സന്തോഷമില്ലാത്തവനാണ് ദരിദ്രൻ. വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ ആ വീട് ദരിദ്രന്റെ വീടാണ്, എത്ര വലുതാണെങ്കിലും ശരി. അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നിറഞ്ഞ വീടുകൾ, സന്തോഷമില്ലാത്ത വീടുകൾ, ദുഃഖം നിറഞ്ഞ വീട്, അത് ദരിദ്രന്റെ വീടാണ്. അവർക്ക് മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ടെങ്കിലും ഇങ്ങനെ മുതലാളിയാകാമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കുന്നുണ്ട്, യാ അബാ ഹുറൈറ, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ മുതലാളിയായി മാറാൻ, ജനങ്ങളിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറാൻ ചെയ്യേണ്ടത് വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെട്ടേക്കണം. അല്ലാഹു തന്ന ഭാര്യ, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഒരു ഭാര്യ തന്നിട്ട് അപ്പുറത്തുള്ള അയൽവാസിയുടെ ഭാര്യ കണ്ടിട്ട് നീ എന്താ അങ്ങനെ ആവാത്തത്, നീ എന്താ അവളെ പോലെ ആവാത്തത്, അവള് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിനക്കെന്താ കഴിയാത്തത്, അവള് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, നീ എന്താ ഇല്ലാത്തത്. അള്ളാഹു നിനക്കൊരു ഭാര്യ തന്നില്ലേ, അതിൽ നീ തൃപ്തിപ്പെടും, അപ്പുറത്തുള്ള ഭാര്യനെ നോക്കണ്ട. അള്ളാഹു നല്ലൊരു ഭർത്താവിനെ തന്നില്ലേ, ഈ ഭർത്താവ് പോരാ, നിങ്ങൾ എനിക്ക് പോരാ, നിങ്ങളെ കൊണ്ട് യാതൊരു സുഖം എനിക്കില്ല, നിങ്ങളെ കൊണ്ട് എനിക്ക് തൃപ്തിയില്ല. മറ്റുള്ളവരെ നോക്കുക, അങ്ങോട്ട് നോക്കുക, അപ്പുറത്തെ ഭർത്താവ്, ചങ്ങാതിയുടെ ഭർത്താവ്, കുടുംബക്കാരുടെ ഭർത്താവ്. അള്ളാഹു സ്വന്തമായൊരു ഭർത്താവിനെ തന്നിട്ട് മറ്റുള്ളവരിലേക്ക് നോക്കുന്നവർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുകയില്ല. അള്ളാഹു സ്വന്തമായൊരു ഭാര്യ തന്നിട്ട് മറ്റുള്ള ഭാര്യമാരുടെ കഴിവുകൾ തേടിപ്പോകുന്നവർ, അവർക്കും അള്ളാഹു ജീവിതത്തിൽ സമാധാനം തരില്ല. അള്ളാഹു ഒരു വീട് തന്നിട്ട് എന്റെ വീട് ചെറുതായല്ലോ എന്ന് പറഞ്ഞ് വലിയ വമ്പൻ വീടുകളെ നോക്കി വിഷമിച്ചിരിക്കുന്നവർ, അവർക്കും അള്ളാഹു സമാധാനം തരില്ല. അള്ളാഹു ഒരു വാഹനം തന്നിട്ട് എന്റെ വാഹനം ചെറുതായി പോയല്ലോ എന്ന് പറഞ്ഞ് വലിയ വാഹനങ്ങളിലേക്ക് നോക്കുന്നവർക്കും സമാധാനം ഉണ്ടാവൂല. അല്ലാഹു നിനക്ക് തന്ന ജോലി, അൽഹംദുലില്ലാഹ്, അത് ശമ്പളം 1000 ആണെങ്കിലും ശരി, 10,000 ആണെങ്കിലും ശരി. അല്ലാഹു നിനക്ക് നൽകിയ കച്ചവടം, അതിന്റെ വരുമാനം 10,000 ആണെങ്കിലും ശരി, ലക്ഷങ്ങളാണെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. അല്ലാഹു നിനക്ക് തന്ന വീട് ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. അല്ലാഹു തന്ന ഭാര്യ സൗന്ദര്യമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. അല്ലാഹു തന്ന ഭർത്താവ് വരുമാനമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നിന്നെ നോക്കുന്നുണ്ടെങ്കിലും ശരി, നിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്. സമാധാനം തേടി എവിടെയും പോവേണ്ട ആവശ്യമില്ല. ഇവിടെ വരൂ, ഇവിടെയാണ് സമാധാനമുള്ളത്. സമാധാനം തേടി ഒരു കൗൺസിലറെ കാണേണ്ട ആവശ്യമില്ല. സമാധാനത്തിന് വേണ്ടി മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല. സമാധാനത്തിന് വേണ്ടി ടൂർ പോവേണ്ട ആവശ്യമില്ല. സമാധാനത്തിന് വേണ്ടി ഗാനമേളകൾ അല്ലെങ്കിൽ സിനിമ കാണാൻ വേണ്ടി പോവേണ്ട ആവശ്യമില്ല. സമാധാനം ഇവിടെയാണ്. ഇവിടേക്ക് വരൂ, ഇവിടെ സമാധാനമുണ്ട്. അല്ലാഹു നിനക്ക് എന്ത് തന്നാലും, അല്ലാഹു എന്ത് തന്നോ അതെല്ലാം അൽഹംദുലില്ലാഹ്, അവിടെ സമാധാനം ഉണ്ടാവും. അവർക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. അവരുടെ വരുമാനം മാസത്തിൽ 7,000 രൂപയാണെങ്കിലും അവർ കോടീശ്വരന്മാരാണ്. 70,000 ലഭിക്കുന്നവനെക്കാളും കോടീശ്വരൻ ഇയാളാണ്. അബൂ ഹുറൈറ തങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് വർള ബിമാ ഖസമല്ലാഹു ലക, വർള ബിമാ ഖസമല്ലാഹു ലക. അല്ലാഹു നൽകുന്ന ഏത് വിഷയമാണെങ്കിലും അല്ലാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടാൽ അല്ലാഹു നിനക്ക് സമാധാനം നൽകും. തകുൻ അഗ്നൻ നാസ്, കോടീശ്വരനായി മാറാം. യബ്ന ആദം, ഓ മക്കളെ, ഓ ആദം സന്തതികളെ, ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് നീ കളിച്ചു നടക്കരുത്. നിന്റെ ജീവിതത്തിന്റെ, നിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം കളിയല്ല, കളിക്കലല്ല, കളിക്കാണലല്ല, ആരാധിക്കലാണ്, ഇബാദത്താണ്. ഇബാദത്ത് ചെറുതും കളി വലുതുമായി മാറരുത്. ഇബാദത്തിന്റെ ഇടയിലുള്ള കളികളൊക്കെ കളി വലുത്, ഇബാദത്ത് സൈഡ്. വേൾഡ് കപ്പ് നടക്കുമ്പോ കളി കണ്ടുകൊണ്ടിരിക്കുക, ജമാഅത്ത് നടക്കുന്നുണ്ട് പള്ളിയിൽ,
ബാങ്ക് കൊടുക്കുമ്പോൾ കളി നിർത്തി പള്ളിയിലേക്ക് വന്നു. അപ്പൊ നിന്റെ കളിയെക്കാളും വലുത് നിനക്ക് ജമാഅത്താണോ? ഒക്കെ കുഴപ്പമില്ല. നേരെ മറിച്ച് നിസ്കാരം പോലും ഇല്ലാതെ കളികളുടെ പിന്നാലെ പോകുന്നത്, ഫലാ തൽഅബ്, അങ്ങനെ ജീവിക്കരുത്. നിനക്ക് വലുത് ഇബാദത്താണ്. വഖസംതു ലക റിസ്ഖക ഫലാ തതഅബ്, നിനക്കുള്ള റിസ്ഖെല്ലാം ഞാൻ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നീ സമ്പാദിക്കുന്നത്? നിന്റെ വീട് എങ്ങനെ, നിന്റെ വാഹനം എങ്ങനെ, നിനക്ക് എത്ര കുട്ടികൾ, നിന്റെ ഭാര്യ ആര്, നിന്റെ ഭർത്താവ് ആര്, എല്ലാം അല്ലാഹു നേരത്തെ കണക്കാക്കി വെച്ചു. അതിൽ നീ തൃപ്തിപ്പെട്. ഫലാ തതഅബ്, പിന്നെ പടച്ചവന്റെ കണക്കിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നീ ക്ഷീണിക്കണ്ട. ഞാൻ നിനക്ക് കണക്കാക്കിയതിൽ നീ തൃപ്തിപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, അഥവാ ഭാര്യ കിട്ടി അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ഭർത്താവ് അൽഹംദുലില്ലാഹ്, എന്റെ ഭർത്താവ് എന്റെ ജീവനാണ്, എനിക്ക് എന്റെ ഭർത്താവാണ് വലുത്, എന്റെ വീട് അൽഹംദുലില്ലാഹ് മനോഹരം, ചെറുതാണെങ്കിലും പ്രശ്നങ്ങളില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലേ, വാഹനം ചെറുതാണെങ്കിലും മഴ കൊള്ളാതെ പോകാൻ പറ്റുന്നില്ലേ, വരുമാനം കുറച്ചാണെങ്കിലും കടങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലേ. ഞാൻ നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ നിന്റെ ഹൃദയത്തിന് ഞാൻ ആശ്വാസം നൽകും, നിന്റെ ശരീരത്തിനും ഞാൻ ആശ്വാസം നൽകും. രോഗം പോലും ഉണ്ടാവില്ല, ശ്രദ്ധിക്കണം, രോഗം പോലും ഉണ്ടാവില്ല. നിന്റെ മനസ്സിനും നിന്റെ ശരീരത്തിനും ഞാൻ ശാന്തി നൽകും, റാഹത്ത് നൽകും, വിശ്രമം നൽകും, സന്തോഷം നൽകും. ഒന്നുമില്ല. രോഗം വരുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സ് വ്രണപ്പെടുമ്പോഴാണ് ശരീരം വ്രണപ്പെടുന്നത്. ശ്രദ്ധിക്കണം ഉമ്മമാർ, രോഗിയാകുന്നത് നിങ്ങളുടെ മനസ്സ് രോഗിയാകുമ്പോഴാണ്. മനസ്സിന് രോഗം പിടിപ്പെടുമ്പോഴാണ് ശരീരത്തിന് രോഗം പിടിപ്പെടുന്നത്. മനസ്സിന് മാനസികമായ കരുത്തുണ്ടെങ്കിൽ ശരീരത്തിന്റെ ഏത് രോഗങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ ചെയ്യാൻ പറ്റും, പോരാടാൻ പറ്റും. അല്ലാഹു പറയാ, ഞാൻ നിനക്ക് കണക്കാക്കി തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും ഞാൻ ആരോഗ്യം നൽകും, ആത്മാവിന് ശാന്തി നൽകും, ശരീരത്തിന് സുഖം നൽകും. ഇതിനേക്കാളപ്പുറം എന്താ നമ്മൾക്ക് വേണ്ടത്? ഇതിനേക്കാളപ്പുറം എന്താ നമ്മൾക്ക് വേണ്ടത്? മാനസികമായ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം പോരെ. അത് മാത്രല്ല, നീ എന്റെ അടുത്ത് സ്തുത്യർഹനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ കുറിച്ച് ഞാൻ മദ്ഹ് പറയും, നിന്നെ എനിക്ക് ഇഷ്ടപ്പെടും, നിന്നെ ഞാൻ സ്നേഹിക്കും. ഇനി ഞാൻ നിനക്ക് കണക്കാക്കി തന്ന ഭാര്യയിൽ നീ തൃപ്തനല്ല, ഭർത്താവിൽ തൃപ്തനല്ല, വീട്ടിൽ തൃപ്തനല്ല, ജോലിയിൽ തൃപ്തനല്ല, നിന്റെ കയ്യിലുള്ള വരുമാനത്തിൽ തൃപ്തനല്ല, എല്ലാം നിന്നെക്കാളും മുകളിലുള്ളവരിലേക്ക് നീ നോക്കുകയാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, ഒരു പക്ഷേ നിനക്ക് ഇതിനേക്കാളും വലിയ വരുമാനം ഉണ്ടായേക്കാ, വലിയ വീടുണ്ടായേക്കാ, വലിയ വാഹനങ്ങൾ ഉണ്ടായേക്കാ. കാടുകളിൽ ഇരകളെ തേടി സിംഹങ്ങൾ ഇരകളെ തേടി ഓടുന്നത് പോലെ നിങ്ങളും ഓടും. എന്നിട്ട് ചാടി വീഴും മാൻപേടകളുടെ മുകളിൽ. സിംഹങ്ങളും കടുവകളും ചാടി വീഴുന്നത് പോലെ ചാടി വീഴും, സമ്പത്തിന്റെ പിന്നാലെ ഓടും, വിശ്രമമില്ലാതെ നീ അധ്വാനിക്കും. നിസ്കാരം ദീനൊന്നുമില്ല, വിശ്രമമില്ലാതെ, രാത്രി ഉറക്കില്ലാതെ, രാവിലെ ഭക്ഷണം ഊണും ഒന്നുമില്ലാതെ നീ ഓടും. പക്ഷെ ഓടി 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 നീ തളരുമെന്നല്ലാതെ എന്റെ കണക്കിൽ നിന്ന്, ഞാൻ നിശ്ചയിച്ചതിൽ നിന്ന് ഒരു ദിർഹം കൂടുതൽ നിനക്ക് കിട്ടൂല. എന്ന് മാത്രമല്ല, എന്റെ അടുത്ത് നീ നിന്ദ്യനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിനക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല, നീ വെറുതെ ഓടി നിന്റെ ദീൻ നഷ്ടപ്പെടുത്തി എന്നല്ലാതെ നിനക്കൊന്നും കിട്ടൂല, എനിക്കാണെങ്കിൽ നിന്നോട് വെറുപ്പാണ്. ഇതാണ് ദീൻ വിട്ട് സമ്പാദ്യത്തിന്റെ, ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവർക്കുള്ള അവസ്ഥ. ഗാനമേളകളാണെങ്കിലും സിനിമയാണെങ്കിലും മറ്റുള്ള എന്റർടൈൻമെന്റ്, ഹറാമായ ഏത് പെണ്ണ്, വ്യഭിചാരം, കഞ്ചാവ്, കള്ള്, ഏതായാലും ശരി, അള്ളാഹുവിന്റെ ദീൻ വിട്ടിട്ടുള്ള എല്ലാ എന്റർടൈൻമെന്റുകൾക്ക് പിന്നിലും ദുഃഖമാണ്.
ശേഷം നരകമാണെങ്കിൽ ഏത് ലദ്ദത്തും കുല്ലു ലദ്ദ, ഏത് സുഖങ്ങളും അതിന്റെ ശേഷം നരകമാണെങ്കിൽ ആ സുഖത്തിന് എന്തർത്ഥമാണുള്ളത്? ഏത് സുഖങ്ങളും അതിന്റെ ശേഷം നരകമാണ് ലഭിക്കുന്നതെങ്കിൽ ആ സുഖത്തിന് എന്തർത്ഥമാണുള്ളത്? ഇബ്നു ആദം, ഓ ആദം സന്തതികളെ, അല്ലാഹു പറയുന്നുണ്ട്, ലം അൻസ മൻ അസാനി, എന്നോട് തെറ്റ് ചെയ്യുന്നവരെ പോലും ഞാൻ മറക്കാറില്ല. അഥവാ എന്നോട് മോശമായി പെരുമാറുന്നവരെ പോലും ഞാൻ മറക്കാറില്ല. ലം അൻസ മൻ അസാനി ഫകൈഫ മൻ അതാനി, എന്നെ അനുസരിക്കുന്ന ആളുകളെ പിന്നെ ഞാൻ എങ്ങനെയാണ് മറക്കുക? അല്ലാഹുവിന്റെ ചോദ്യം കേൾക്കണം. ലം അൻസ മൻ അസാനി, നമ്മളൊക്കെ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ അവരെ മറക്കും. ബക്കറ്റ് കൊടുത്തോളേ, ബക്കറ്റ് പോകാനുണ്ടെങ്കിൽ പോയിക്കോളെ ഇൻഷാ അല്ലാഹ്. നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ അങ്ങോട്ട് മോശമായിട്ട് പെരുമാറും. ലം അൻസ മൻ അസാനി, എന്നോട് മോശമായി പെരുമാറുന്ന ആളുകളെ ഞാൻ മറന്നിട്ടില്ല. എന്നോട് മോശമായിട്ട് പെരുമാറിയ ആള് ഞാൻ മറന്നിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഇങ്ങോട്ട് മോശമായാൽ അങ്ങോട്ടും മോശമാവും, ഇങ്ങോട്ടും നന്മ ചെയ്താൽ അങ്ങോട്ടും നന്മ ചെയ്യും.